നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഇന്ന് 2025 വർഷഫലം പറയാമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിൽ ഇടവം രാശിയിൽപ്പെട്ട കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ 1, 2 പാദങ്ങൾ ഉൾപ്പെടുന്ന നക്ഷത്രക്കാരുടെ ഫലങ്ങൾ പറയാമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പായി ഇപ്പോഴത്തെയും പിന്നീട് വരുന്ന മാറ്റങ്ങളും ഉൾപ്പെടുന്ന ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. ഇടവത്തിൽ വ്യാഴം, കന്നിയിൽ കേതു, കുംഭത്തിൽ ശനി, മീനത്തിൽ രാഹു എന്നിങ്ങനെയാണ്. 2025 മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. 2025 മെയ് 14 വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കും സംക്രമിക്കപ്പെടുന്നു. മെയ് 18 രാഹു കുംഭത്തിലേക്കും കേതു ചിങ്ങത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. 2025 ഒക്ടോബർ 17 വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. പിന്നീട് ഡിസംബർ 4 വ്യാഴം വക്രഗതിയിൽ മിഥുനം രാശിയിലേക്ക് തിരികെ വരുന്നു. അതിനുശേഷം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നത് 2026 ജൂൺ മാസത്തിലാണ്. അങ്ങനെ വ്യാഴം ഈ വർഷം 3 രാശി മാറുന്നുണ്ട്. കൂടുതൽ സമയക്കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ടാണ് നമ്മൾ വർഷഫലം സാധാരണ പറയാറ്. മറ്റു ഗ്രഹങ്ങളുടെ ചാരഫലം മാസഫലങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട്. മാസഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിൽ 2025 ഇടവം രാശിയിൽ ഉൾപ്പെടുന്ന കാർത്തികയുടെ 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും അതായത് 1, 2 പാദങ്ങൾ ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് 2025 എന്ന പുതുവർഷം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. ഇടവക്കൂറുകാരുടെ ധനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചാൽ സാമ്പത്തിക നേട്ടം വളരെയധികം ഉണ്ടാകുന്ന ഒരു വർഷക്കാലമാണ്. കർമ്മരംഗത്ത് നിന്നും ബിസിനസ് രംഗത്ത് നിന്നും നല്ല സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം വന്നു ചേരുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. മുൻപ് ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ, ഇൻഷുറൻസ് തുക ലഭിക്കുന്നത് വഴിയോ ചിലർക്ക് ജീവിത പങ്കാളി വഴിയോ ധനാഗമനം ഉണ്ടാകും. ലോട്ടറി പോലും പരീക്ഷിക്കാവുന്നതാണ്. വർഷാരംഭത്തിൽ നല്ല സുഖ അനുഭവങ്ങളും ഉയർച്ചകളും പലവിധ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ചെയ്യുന്ന തൊഴിലിൽ നിന്നും വളരെയധികം ധനാഗമനം ഉണ്ടാകും. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ പൂർത്തീകരണവും ഉണ്ടാകും. തൊഴിൽ മാറ്റത്തിനും തൊഴിലിൽ നിന്ന് സുഖാനുഭവങ്ങളും സന്തോഷാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പലവിധ നേട്ടങ്ങൾക്ക് ഇടയാകും. വിദേശ തൊഴിൽ സാധ്യമാകും. വർഷത്തിൻ്റെ പകുതിയിൽ മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. കഴിയുന്നതും പ്രതിഷേധിക്കാതിരിക്കുക. ക്ഷമ അത്യന്താപേക്ഷിതമാണ്. തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടായാൽ തന്നെ ദൈവാധീനത്താൽ ആ പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. ബിസിനസ് രംഗത്തെക്കുറിച്ച് ചിന്തിച്ചാൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാകും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ധനപരമായി ഉയരാനിടയുണ്ട്. വിദേശ വിപണനവും സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് ഈ 2025 വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന വർഷക്കാലമാണ്. പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാകും. ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. വർഷത്തിൻ്റെ പകുതിയോടെ മാനസിക പ്രയാസങ്ങൾക്ക് കുറവ് വരുന്നതാണ്. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാനാകും. ഉന്നത പഠനത്തിന് പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാനും ആകും. താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ പഠനങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. വിവാഹ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ആലോചനകൾ വരുവാനും വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും ഇടയുണ്ട്. പ്രണയിതാക്കൾക്ക് അത്ര ഗുണപ്രദമല്ല. ചില പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടേയിരിക്കും.
ദമ്പതികളുടെ ഇടയിലാണെങ്കിലും ആദ്യ പകുതിയിൽ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ കാണാനാകും. വർഷത്തിൻ്റെ പകുതിക്ക് ശേഷം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും മുതിർന്നവരുടെ ഇടപെടലുകൾ മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിച്ചു എന്ന് വരും. കുടുംബജീവിതത്തിലും ആദ്യ മാസങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുമെങ്കിലും ദൈവാധീനത്താൽ അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനാകും. മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുവാനും അനാവശ്യ വാഗ്വാദങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. തർക്കങ്ങൾക്ക് ഇട നൽകാതിരിക്കുക. വിട്ടുവീഴ്ച മനോഭാവം അത്യന്താപേക്ഷിതമാണ്. ആദ്യ മാസങ്ങൾക്കു ശേഷം സുഹൃത്തുക്കളുമായും സഹോദരങ്ങളുമായും ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. അയൽവക്കക്കാരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. മാതാപിതാക്കളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനും ആകും. അമ്മയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ വന്നു ചേരും. പല വിധത്തിലുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇടയാകും. സന്താനങ്ങളുടെ ഉയർച്ച, ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴിയോ സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുന്നത് വഴിയോ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും. പേരക്കിടാങ്ങളെ കണ്ട് സന്തോഷിക്കുവാനുള്ള അവസരങ്ങളും വന്നു ചേരുന്നതാണ്. ഈ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ശത്രുശല്യങ്ങൾ കുറയാനാണ് സാധ്യത. എന്നാൽ രണ്ടാം പകുതിയിൽ കുറച്ച് ശ്രദ്ധാലുക്കളായിരിക്കുന്നത് നന്നായിരിക്കും. കടബാധ്യതകളും വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വീട് പുതിയത് വാങ്ങുന്നതിനും വീട് പണി പൂർത്തീകരിക്കുന്നതിനും പുതുക്കി പണിയുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലായി വരുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇടവം രാശിക്കാർക്ക് ഒന്നാം പകുതിയേക്കാൾ ഭേദം രണ്ടാം പകുതി തന്നെയായിരിക്കും. മാർച്ച് 29 മുതൽ ശനിയും മെയ് 14 മുതൽ വ്യാഴവും സപ്പോർട്ടാണ്. അപ്പോൾ മുതൽ എല്ലാ കാര്യങ്ങളും ഭേദപ്പെട്ടു വരുന്നതായി കാണാം. ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ആഹാരം ശ്രദ്ധിക്കണം. ഡയബറ്റിസ്, കൊളസ്ട്രോൾ എന്നീ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. വലിയ രോഗപ്രശ്നങ്ങൾ ഉള്ളവർക്ക് ആശ്വാസം അനുഭവപ്പെടും. എന്നാൽ ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകളോ ഉദര സംബന്ധമായ ക്ലേശങ്ങൾക്കോ സാധ്യതയുണ്ട്. യഥാവിധി വഴിപാടുകളും പ്രാർത്ഥനകളും ഉണ്ടായിരിക്കണം. കുടുംബക്ഷേത്രത്തിലെ യഥാവിധി വഴിപാടുകളും മറന്നു പോകരുത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും ഭഗവതി സേവയും അത്യന്താപേക്ഷിതമാണ്. ഇത്രയും കാര്യങ്ങളാണ് 2025 ജനുവരി മുതൽ ഡിസംബർ വരെ ഇടവം രാശിയിൽപ്പെട്ട കാർത്തികയുടെ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയിൽപ്പെട്ട നക്ഷത്രക്കാരും മനസ്സിൽ വെക്കേണ്ടത്. ഈ ഫലങ്ങളെല്ലാം ഗോചര ഫലങ്ങളായതിനാൽ കൂടുതൽ ഫലം അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ ടെക്സ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക. ഈ ചാനലിലെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ദേവകി ആസ്ട്രോ റിസർച്ച് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പുതുവർഷം നിങ്ങൾക്ക് ഐശ്വര്യപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.